നല്ലൊരു പരിപാടിയാട്ടോ. ഞാനിവിടെ കുക്ക് ചെയ്യുമ്പോ നിങ്ങൾ മൂന്നുപേരും എന്നിവിടെ വന്നിരിക്കുകയാണെങ്കിൽ കുക്ക് ചെയ്യാനുള്ള സാധനം ഇവിടെ വന്നെങ്കിൽ ഞാൻ പണിക്ക് പോണ്ടേ? ഞങ്ങളുടെ മാലാഖിയാണ് ഇതാ. നിങ്ങളുടെ ദിവസമാണ് ചിൽഡ്രൻസ് ഡേ. ബദലേമിൽ ഉണ്ണിയേശു ഉണ്ടായിട്ട് ആദ്യം ഉണ്ണിയേശുവിനെ കാണുന്നത് ആരാണ്? അല്ല നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? നിങ്ങൾ പറയുമേ ഒരു മയത്തിലൊക്കെ താറാവേറി അപ്പൊ ഒന്ന് പറയണം. ഓക്കെ. എന്റെ പ്രശ്നമൊന്നുമല്ല, ഞാൻ ഉമ്മ വയ്ക്കുമ്പോ തരില്ല. അയ്യേ അല്ല അതല്ല, ഞാൻ പുള്ളിക്കോടെ പിന്നെ ആരുടെ ഈ ഉമ്മ കൊണ്ട് നിറഞ്ഞല്ലോ. ആദ്യമായിട്ട് എനിക്കൊരു കുക്കിംഗ് വീഡിയോ ഇത്രയധികം ഉമ്മ. എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു. എനിക്ക് തീരെ അറിയാവും. എല്ലാം പ്രാക്ടിക്കൽ ചെയ്ത് കൊടുക്കണം ഞാനാ. രാവിലെ തന്നെ മറ്റേ ഈറനെ കൊടുത്ത് എന്റെ അടുത്ത് വന്നിരിക്കുന്നു, എന്നെ എനിക്ക് ചായ കൊണ്ടിരുന്നു. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ കെട്ടിയത്. അന്ന് ചായ കൊണ്ടുവരാറില്ലേ? കുലസ്ത്രീ. പക്ഷെ എന്റെ കൊലസ്ത്രീ വൈബ് തന്താന്നുള്ളൊരു സ്റ്റാറ്റസ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് ഇവന്റെ തന്താ. ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞോളൂ, ഇങ്ങനെ കാണിക്കുള്ളൂ. ഇങ്ങനെ തീ കൂട്ടിയാണ് ഇടണ്ടേ ചേട്ടാ? ഇത്ര മതിയോ? ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഉറുമ്പ് പൊടി. ചേട്ടാ അയ്യോ, ഒന്ന് പറഞ്ഞാൽ രണ്ടിന് കൗണ്ടർ അടിക്കുകയും തഗ് ലൈഫ് മറുപടികളും ഒക്കെ പറയുന്ന ഒരു വൈബ് തന്തയും കൂൾ മമ്മിയുമുള്ള ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിത പ്രോമി ദമ്പതികളുടെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മൂവി വേൾഡ് മീഡിയയിൽ ഇവർ രണ്ടുപേരും നമ്മോടൊപ്പം ചേരുന്നു. ഇവരുടെ വീട്ടിൽ നമ്മൾ അതിഥികളായിട്ട് എത്തിയിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം ഇവരിവിടെ ഉണ്ടോയെന്ന്. നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ തന്തവൈബിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വൈബ് തന്തയെ അല്ലല്ല ഒരു വൈബ് തന്തയെ ഞാൻ കാണാനായിട്ട് സാധിച്ചു. അപ്പോ അധികം സമയം നമ്മൾ ചെലവാക്കുന്നില്ല. എവിടെയാണ് അടുക്കള? അടുക്കള അന്വേഷിച്ചു വന്നതാണോ? കഴിക്കാൻ. നേരിട്ട് അടുക്കളയിലേക്ക് പോവാം. സാധാരണയായി ക്രിസ്മസിന് ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെയാണ് മൂവി വേൾഡ് ഇങ്ങനെ സെലിബ്രിറ്റി വീടുകളിലേക്കൊക്കെ പോവാറ്. അവരെ കൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ വെപ്പിച്ച് വെറൈറ്റി ആയിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ രാത്രിയാണ്, ഡിന്നർ കഴിക്കാനാണ് എത്തിയിട്ടുള്ളത് നിത പ്രോമി ദമ്പതിമാരുടെ വീട്ടിലേക്ക്. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതിമാർ, നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു. ഇപ്പൊ വരുന്ന ഈ അറ്റൻഷൻ ഉണ്ടല്ലോ യൂട്യൂബിൽ നിന്ന്. നമ്മുടെ ഒരു ഇന്റർവ്യൂ കുറച്ച് വൈറലായപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര എൻക്വയറി ആണ് ആ ഒരു ഇന്റർവ്യൂവിനെ ചുറ്റിപ്പറ്റി. അപ്പം ഈ ഇന്റർവ്യൂവിലൂടെ ഫേമസ് ആയിട്ടുള്ള വൈബ് തന്തയും വൈബ് പിള്ളേരെയും പിടിക്കാം. നമസ്കാരം. നമസ്കാരം. ഈ വൈബ് തന്ത എന്നുള്ളൊരു സ്റ്റാറ്റസ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് ഇവന്റെ തന്താ. ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. ഞാൻ എനിക്ക് അങ്ങനത്തെ കിരീടങ്ങൾ ഇഷ്ടമല്ല. ഞാനൊരു എളിമയുള്ള സാധു. കിരീടങ്ങൾ ഇഷ്ടപ്പെടാത്ത രാജാവാണോ? കിരീടങ്ങൾ ഇഷ്ടപ്പെടാത്ത രാജാവാണ്. അങ്ങനെ വലിയ മോഹങ്ങളൊന്നും ഇല്ല. എല്ലാ മോഹം തീർന്നു 20 കൊല്ലം മുമ്പ്. തല്ലി ഒടിച്ചു. ഒടിഞ്ഞു? പിന്നെ ചിറകൊടിഞ്ഞ 3 പക്ഷികൾ. ക്രിസ്മസ് ആയിട്ട് ഒരു ആഘോഷ മൂഡിലേക്ക് നിങ്ങളൊക്കെ ഗസ്റ്റ് ആയിട്ടുണ്ടല്ലോ. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കണെന്ന് ചോദിച്ചാൽ ഇതെങ്ങനെയാണ് ഇത്രയും സാധാരണ മാളിലൊക്കെ ആണല്ലോ ഓരോരോ സീസണില് വീട് ഓരോരോ തീമിൽ മാറുക. ഇപ്പൊ ഓണാണെങ്കിൽ എവിടെ നോക്കിയാലും പൂവും മാവേലിയും. പക്ഷെ ഈ ക്രിസ്മസിന് ഇവിടെ എല്ലാ സ്ഥലത്തും പപ്പാഞ്ഞിയും സ്റ്റാറും. അതെങ്ങനെ സാധിക്കുന്നു? അത് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ആ രക്തത്തിൽ അവർക്ക് പങ്കില്ല. അതെന്റെ പണി. കൈ കഴുകാൻ പോയാൽ അവിടെ ഒരു പപ്പാഞ്ഞി, കേറി വരുന്ന സമയത്ത് അവിടെ ഒരു പപ്പാഞ്ഞി, ഇവിടെ ഒരു പപ്പാഞ്ഞി. അതെ, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സമയമാണ് ഞങ്ങൾക്ക്. കുറച്ച് സന്തോഷം കൂടുതലുള്ളത്. സാധാരണ ആഘോഷങ്ങളൊക്കെ സന്തോഷമാണ്, പക്ഷെ ക്രിസ്മസ് കുറച്ച് കൂടുതൽ സന്തോഷമുള്ള സമയമാണ്. എന്ത് പറ്റി? അല്ല പ്രത്യേക കാരണം അതെന്ത് പറ്റിയെന്ന് ആ പുള്ളി ജനിച്ച കാരണം കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇല്ല, ഞങ്ങള് ക്രിസ്ത്യാനികളാണല്ലോ. അതുകൊണ്ടൊരു സന്തോഷം. മനസ്സിലായി. അല്ല, ഞങ്ങള് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ സ്റ്റോറിയും എല്ലാം അറിയാം. നമുക്ക് ആ ഒരു ക്രിസ്മസ് സീസൺ ഡിസംബർ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു മൂഡുണ്ട് ആ ക്രിസ്മസിന്റെ. അപ്പൊ ഞാൻ ഈ വീട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഫാമിലിയില് ഇപ്പൊ നമ്മൾ നിറച്ച് ക്രിസ്മസ് സാധനങ്ങളൊക്കെ തൂക്കിയിട്ട് അല്ലെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കടയിലേക്ക് കയറുന്നതും
വെറുതെ ഒരു ഡെക്കറേഷനും ഇല്ല, ക്രിസ്മസിന്റെ ഒരു സാധനങ്ങളും ഇല്ല, ഒരു ലൈറ്റും ഇല്ല, ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് കയറുന്ന നമുക്ക് എന്റെ പൈപ്പേടയാണോ? ഓ എന്റെ പൈപ്പേടയിലേക്ക് കമ്പിക്കടയിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു ഫീൽ അല്ല എന്നെ ഉദ്ദേശിച്ചത്. അത് രണ്ട് കടയിലേക്കും കയറുമ്പോൾ നമുക്ക് മനസ്സിൽ നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ലെവല് വേറെ. അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ ലെവല്, അതേ ഒരു ലെവല് നമുക്ക് വീട്ടിലൊരു അറ്റ്മോസ്ഫിയറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോ ഇതൊക്കെ കാണുമ്പോ ഇവർക്കൊരു സന്തോഷം. ഓണത്തിന് ഇവിടെ നിറച്ച് പൂക്കളായിരിക്കും. എന്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് കാണണം ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണെന്ന് ചോദിക്കുന്ന ഒരാളെ. ഓണത്തിന്റെ തീമായിരിക്കും ഉണ്ടാവും. പക്ഷേ അല്ല, ഞാൻ എന്താ സ്പെഷ്യൽ സന്തോഷം സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ക്രിസ്മസ് ഉണ്ടോന്ന് വിചാരിച്ചത്. ക്രിസ്മസിന് എല്ലാ കൊല്ലവും ക്രിസ്മസിന് ഇതൊക്കെ നിതയുടെ പരിപാടികളാണ്, ഈ സാധനങ്ങളൊക്കെ തൂക്കുക. അത് തൂക്കി തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആനന്ദം മനസ്സില്. അവര് മൂന്നുപേരും ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരുന്ന് കണ്ടോണ്ടിരിക്കും. ഒന്നുമില്ല, മക്കളും ഞങ്ങളൊക്കെ ക്രിയേറ്റീവ് ആളുകളാണ്. അവര് സ്റ്റാർ ഇടും എല്ലാത്തിനും ഞങ്ങളുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലായിടത്തും ഇത്രയും സൈലന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഞാൻ ആദ്യമായിട്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇത് ടീം എ, ഇത് മൊത്തം ടീം ബി. അയ്യോ, അത്രയും പേര് ടീം ബിയിലോ? ഞാൻ ഒറ്റയ്ക്ക്. അവര് മൂന്നുപേരും ഞാൻ ഒരുമിച്ചല്ലാത്ത കണ്ടിട്ടേ ഇല്ല. അല്ലെങ്കിലും ഇവിടെ വീട്ടിലും അങ്ങനെ തന്നെയാ. ഇവിടെ യുദ്ധം ഉണ്ടാവുമ്പോ ഞാൻ ഒറ്റയ്ക്കാ, അപ്പുറത്തെ സൈഡിൽ മൂന്നുപേരും. എന്തിന്റെ കാര്യത്തിലൊക്കെ പ്രധാനമായിട്ട് യുദ്ധം ഉണ്ടാവുന്നത്? പോർച്ചുഗൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ, പിന്നെ ഇസ്രായേൽ അമേരിക്ക പ്രശ്നങ്ങൾ, പിന്നെ റഷ്യ, ലിബിയയില് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അങ്ങനത്തെ കാര്യങ്ങളാണ് സാറിന് കുടുംബങ്ങളുടെ പ്രശ്നം ഉണ്ടാവണേ. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. ചെറിയൊരു കാര്യം പറയാമോ? ഒരു കാര്യമോ? എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ മൂത്ത ആള് ഹോസ്റ്റലിലാണ്. അപ്പൊ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അവന് മാറണം. ഓക്കെ, പുറത്ത് വേറെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറണം. എനിക്ക് അവൻ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കണമെന്നാണ്. അപ്പനും മക്കൾക്കും അപ്പുറത്തേക്ക് മാറണമെന്നാണ്. ചേട്ടൻ പറയുന്നത് അപ്പൊ ഞാൻ പറയും പോവരുതെന്ന്, അവര് പറയും പോയ എന്താ കുഴപ്പം, ആ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. ചേട്ടൻ പറ. അതിപ്പോ വീടൊക്കെ എടുത്ത് താമസിക്കും. അതെ, അത് ഞാൻ പറയണേ. അതെ, നല്ലൊരു കാര്യം അത്. അപ്പൊ എന്റെ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കുന്ന നല്ല കാര്യമല്ലേ? അത് വളരെ നല്ല കാര്യമാണ്. ഒരു മാസത്തിൽ 15 ദിവസം കോളേജ് ഹോസ്റ്റലിൽ നിൽക്കും, 15 ദിവസം വീട് എടുക്കും. എന്റെ പ്രശ്നമൊന്നുമല്ല. ഞാൻ മെയിനായിട്ട് പ്രശ്നം ഉണ്ടാവണത് ഞാൻ ഒരു ഉമ്മ വയ്ക്കുമ്പോ തരില്ല. അയ്യേ, അല്ല അതല്ല, അയ്യേ അങ്ങനല്ല. ഞാൻ പുള്ളിക്കോടെ അല്ലാണ്ട് പിന്നെ ആരുടെ ശരിയാണ്. അതിന്റെ പേരിലൊക്കെ അല്ലേ? പിന്നെ അല്ല, ഞാനത് വന്ന കാര്യം ഞാൻ പറയാൻ പറ്റൂ. ഇതാ ഞാൻ പറഞ്ഞതിനേക്കാൾ ഭേദം മറ്റേ പ്രശ്നം തന്നെയല്ലേ? അമേരിക്ക. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ടീം എ, ടീം ബി. പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കും, പെട്ടെന്ന് ഉത്തരങ്ങൾ പറയണം. യേശുക്രിസ്തുവിനെ മാമോദീസ മുക്കിയത് ആര്? ആരാ? വേഗം പറ. പറ. ടീം എ അല്ല ടീം ബി? ഞാൻ പറയാം. പറയട്ടെ, പറയാൻ പോയതല്ലേ. ഞാൻ ആദ്യം പറഞ്ഞു. അടുത്തത് ക്രിസ്മസ് ട്രീ ഒറിജിനേറ്റ് ചെയ്ത രാജ്യം? സ്കോട്ട്ലൻഡ്. പോർച്ചുഗൽ. ഇനി ഓരോന്നോരോന്ന് പറ. സ്പെയിൻ. ഫുട്ബോൾ കളിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ബ്രസീൽ. പോളണ്ട്. അടുത്തെത്തി. അവക്ക് എടുങ്ങൂരായിരിക്കും അടുത്തത്. പോളണ്ടിന്റെ അടുത്തെത്തി ഞങ്ങൾ അടിയറ വെച്ചു. മുള്ളറൊക്കെ ഉള്ള ഫുട്ബോളർ, മുള്ളറൊക്കെ ഉണ്ടായിരുന്ന സംശയമായിട്ടോ. അല്ലല്ല, വെളുത്ത ജേഴ്സി ഉള്ള ഫുട്ബോൾ. ഇംഗ്ലണ്ടാണോ? വെളുത്ത ജേഴ്സി ഇംഗ്ലണ്ടിന്റെ ആണ്. അല്ല, വെളുത്തും ഇതും കറുത്തതും. പിന്നെ ഇച്ചിരി ചൊമ്പയും മഞ്ഞയും. ജിയിൽ തുടങ്ങുന്ന രാജ്യം? ജർമ്മനി. ജർമ്മനി. രാജ്യം ഞാൻ മറന്നു. ജർമ്മനിയിലെ സ്ത്രീകൾ ഗ്രീസ്. ഏറ്റവും അധികം ക്രിസ്മസ് ട്രീകൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം? ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ട്രീകൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം? ഇതെന്താ എനിക്ക് മനസ്സിലാവാത്ത, ഇതെന്താ ജിക്കാണ്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് തുടങ്ങണല്ലോ. പറ. ഏറ്റവും കൂടുതൽ ക്രിസ്മസ് കാർഡോ ക്രിസ്മസ് ട്രീ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം? അല്ല, വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ജിക്കയില് കുറച്ച്. ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ്? ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം ചൈന. റഷ്യ. ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം ചൈനയാണ്. റഷ്യയാണ് ചൈനയുടെ ഇടയില്. ചൈനയാണ് ഏറ്റവും വലുത്. ഇന്ത്യ.
അതിന്റെ ഇടയില് കാനഡ. ഓ ആരടാ? കാനഡ. എന്നാ ലാസ്റ്റ് ചോദ്യത്തോടുകൂടി ഞാനത് എൻഡ് ചെയ്യാണ്. വേഗം നിർത്തിക്കോ. ബethlehem-ൽ ഉണ്ണിയേശു ഉണ്ടായിട്ട് ആദ്യം ഉണ്ണിയേശുവിനെ കാണുന്നത് ആരാണ്? അവൻ കാലിത്തൊഴുത്തുന്നൊക്കെ അവൻ കേട്ടോ. അതല്ല, പശു അല്ലാതെ പശുവിന് ശേഷം മാതാവും യോസപിതാവും അത് അവരുടെ അച്ഛനും അമ്മയല്ല, അതല്ലാതെ 3 രാജാക്കന്മാരാണോ മറ്റേ? അല്ല, അവരുടെ ഇടയില്. അതൊക്കെ മോശമല്ല. അവരുടെ ഇടയിലൊക്കെ എന്തൊട്ട് വൃത്തിയാണ്. അല്ല, അതെനിക്ക് മറ്റേ ആ വീട് എന്നവിടെ വീട് വാടകയ്ക്ക് കൊടുത്ത ബ്രോക്കർ. വീട് വാടക അല്ല, ആ വീടിന്റെ ഓണർ. അപ്പൊ തൊഴുത്ത് അവരുടെ തൊഴുത്തിലല്ലോ ഇടയന്മാർ. പുള്ളി ഉദ്ദേശിച്ച ഇടയിലെന്ന് ഉദ്ദേശിച്ചത്. അല്ലല്ല, ഉദ്ദേശിച്ചേ. തുടങ്ങാം നമുക്ക്. തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു? തുടങ്ങുന്നതായിരിക്കും നല്ലത്. എപ്പിസോഡ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ പറ. അതുണ്ടാക്കി തരും. നിങ്ങൾ പറയണ സാധനം ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കി തന്നെ ആളാണിതാ. അയ്യോ വേണ്ട കേട്ടോ, പക്ഷെ sorry. ഞാൻ വെറുതെ പറഞ്ഞതാ. നിങ്ങൾ പറയുമ്പേ ഒരു മയത്തിലൊക്കെ പറയണം. താറാവേറി അപ്പൊ ഒന്ന് പറയണം. ഓക്കെ. ഞങ്ങൾക്ക് വേണ്ടത് ആലോചിച്ച് പറയ്. ഉള്ളീന്ന് വരട്ടെ. ഞാനൊന്ന് നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത്. അടീന്ന് വരട്ടെ. ഉള്ളീന്ന്. ബോട്ടം ഓഫ് ദി ഹാർട്ട്. നമുക്കിത് വേണ്ടത് താറാവിന്റെ കൂടെ ഡക്കോളജി. ഡെക്കിന്റെ കൂടെ ഉണ്ടായിരുന്നത് അല്പം അല്പല്ല. നേരത്തെ ഇടയന്മാർക്ക് പറഞ്ഞ ആളല്ലേ. നമുക്കിത് വേണ്ടത് നല്ല ചൂട് കിരികിരാന്നുള്ള അപ്പവും പിന്നെ താറാവ് കറി. ഓക്കെ, നമ്മൾ സാധാരണ ക്രിസ്മസിന് ഒക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പവും താറാവ്. നാച്ചുറൽ ആയിരുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് താറാവ് കറിയുടെ കൂടെ അപ്പം കഴിക്കാം, അല്ലെങ്കിൽ നല്ല പുട്ട്, ചൂടുള്ള പുട്ട് കഴിക്കാം. അങ്ങനെ കുറെ കോമ്പിനേഷൻസ് ഉണ്ട്. ഇന്ന് എന്തായാലും നമുക്ക് അപ്പം താറാവ് കറി കഴിക്കാം. കാരണം ഞാൻ അതാ റെഡിയാക്കി വെച്ചേക്കുന്നത്. അതെ, നമുക്ക് തുടങ്ങാം. ഇവരുടെ പാർട്ടിസിപ്പേഷൻ എപ്പോഴും ഇങ്ങനെയാണോ? ഓൾവേസ് സിറ്റിംഗ്. ഇപ്പൊ പറഞ്ഞില്ലേ സാധാരണ ക്രിസ്മസിനൊക്കെ താറാവേറി അപ്പോണെന്ന്. ഞങ്ങക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ശരിക്കും. ഇനിയിപ്പോ അവർക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ചോറ് കിട്ടിയിട്ടുണ്ടാവില്ല, ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അവര്. അല്ല, ഈ മമ്മിയുടെ ബിസി ഷൂട്ടിംഗ് ഷെഡ്യൂളുകളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരുന്നത്? ചോദിക്ക്. അത് കുക്ക് ചെയ്തിട്ട് അങ്ങനെ പറയും. ഇപ്പൊ കണ്ട ഉത്തരം കിട്ടിയില്ലേ? ഉത്തരം മമ്മൂട്ടിയാവല്ലോ. അപ്പൊ പോവാൻ അനുവാദമില്ല. അല്ല, മമ്മിയെല്ലാം ചെയ്ത് വെച്ചിട്ട് പോവാറ്. എല്ലാവരും ഞങ്ങളുടെ എല്ലാവരും സെറ്റാക്കി. ഞങ്ങളുടെ മാലാഖയാണ് ഇതാ. എല്ലാ വർഷവും കിട്ടണല്ലോ അല്ലേ അപ്പം താറാവേറി. അങ്ങനെയല്ല, താറാവ് കറി നമ്മൾ എപ്പോഴും വെക്കാറില്ല. എന്തെങ്കിലും പരിപാടികൾ വരുമ്പോ, അങ്ങനത്തെ ഫങ്ഷൻസ്, സെലിബ്രേഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോ മാത്രം താറാവ് കറി വെക്കാറുള്ളൂ. അല്ലാണ്ട് നോർമലി നമ്മള് ബീഫ് വെക്കും, ചിക്കൻ വെക്കും, അതൊക്കെ വെക്കുന്നുള്ളതല്ലാതെ പിന്നെ മീൻ വെക്കും. ഇവർക്ക് ആർക്കും പാചകത്തിലൊന്നും ഒരു താല്പര്യമില്ല. ഒരു താല്പര്യം കഴിക്കുന്നത് ഞങ്ങളാ പറഞ്ഞു കൊടുക്കണേ. ഇപ്പൊ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോ കാണാമല്ലോ, ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതാ മറ്റെടുത്തിട്, ഇതാ ഉപ്പെടുത്തിട്, അത് ശരിയാ, മറ്റതെടുത്തിട്, ഇതിട്, അങ്ങനെയൊക്കെ പറയാറിയാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മറ്റതെടുത്തിട് എന്നൊക്കെ പറഞ്ഞല്ലോ. താറാവ് കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? പറയൂ. മസാല. എന്ത് മസാല? തെറ്റി. ഞങ്ങൾക്കെല്ലാം അറിയാം. ഇല്ല, ആദ്യത്തെ ഉത്തരം തന്നെ തെറ്റി. താറാവ് വേണ്ട. ഓക്കെ. റോണത്തിന് ഇല്ല, റോണത്തിന് കുറച്ച് കുക്കിങ്ങില് കുറച്ച് പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കണവരെ നിർബന്ധിച്ച് പേടിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ പറയണം. ഞാനൊരു ഊണിത്തും പണ്ട് മറ്റേ കുക്കുരി ഷോയ്ക്ക് പോയത്. അവർക്ക് അറിയാൻ പാടില്ല. ഇവര് രണ്ടുപേരും ഇത്ര കുഞ്ഞിലെ കുട്ടിക്കലവറാന്ന് കൊണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിൽ. അപ്പൊ അതില് രണ്ടുപേരും പാർട്ടിസിപ്പൻസ് ആയിരുന്നു. അതെ, അവരധികാരം ഉണ്ടായില്ലോ ഇവിടെ. അല്ല, അധികകാലം ഉണ്ടായില്ല എന്നല്ല, പരിപാടിക്ക് ചേർന്ന് പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഷൂട്ട് ഇങ്ങനെ തുടർന്ന് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ചിലപ്പോ ഷൂട്ട് തീരുന്നേ. അപ്പൊ പിള്ളേര് ഇവര് ചെറുതാണ്, എനിക്ക് തോന്നുന്നു 3-ലോ 2-ലോ 5-ല് 2-ല്. അപ്പൊ ആ സമയത്ത് ഇവരുടെ പഠിത്തം ശരിയാവുന്നില്ല, ക്ലാസ് കുറെ മിസ്സാവുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി തുടങ്ങിയപ്പോ ഞാൻ ആ പരിപാടി തീരുമാനിച്ചു, പതുക്കെ വിഡ്രോ ചെയ്തു. മറ്റേത് ചൂടാക്കാടായിരുന്നു. അപ്പൊ നമുക്ക് ആരംഭിക്കാം. സമയം അല്ല, അതിന്റെ ഇടയിൽ നമുക്ക് ഡീൽ ചെയ്യാം. അതെ,
അവിടെ നിന്നെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഇതാ ചൂട്ടെത്തിക്ക്. ഇതാ മറ്റേ താറാവ് കഴിയായിരുന്നു അല്ലേ, ഞാൻ കുളിപ്പിച്ചു, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുളിപ്പിച്ച് പാനിലേക്ക് എടുത്തിടാ. കഷ്ണമാക്കിയ താറാവിനെ പാനിലേക്ക് ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം, എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. അത് വഴറ്റുക ഞാൻ ഉദ്ദേശിച്ചത് ആ സാധനത്തിൽ നിന്നിട്ടേ അപ്പൊ മനസ്സിലായില്ലേ കാര്യങ്ങള്. ചൂട്ട് കത്തിച്ചോട്ടെ. നമ്മള് മറ്റേ ചാനലിലെ ഗവൺമെന്റ് ഇളക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അത് ശരിയാ. മറ്റേ കുക്കറി ഷോയിലൊക്കെ പറയില്ലേ, പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. മാസ്റ്റർ ഷെഫ് ഞങ്ങളൊന്ന് കത്തിക്കട്ടെ. ഡീലേ ചൂട്ടിന് തീയോട് കൊടുത്തേക്കു. അല്ല എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി കൈയടിക്കണം ഞങ്ങള്. നിങ്ങളുടെ ദിവസമാണ് ചിൽഡ്രൻസ് ഡേ. അല്ല, ഞാനിവിടെ കോമ്പറ്റീഷൻ ഒന്നുമില്ല, ഇച്ചിരി താറാവ് കറി വെക്കണുള്ളൂ. ഓരോന്നിടുന്നതിന് മുമ്പ് അതെ, നമ്മളപ്പോ നടേടി അതെ. അപ്പൊ നമ്മൾ ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചു. ഇനി അതിൽ കുറച്ച് വെള്ളമുണ്ട്. വണ്ടി ഇത് നല്ലൊരു പരിപാടിയാട്ടോ. ഞാനിവിടെ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മൂന്നുപേരും എന്നിവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഈ അടുക്കളയിലെ പരിപാടികൾ നമുക്ക് കുറച്ചുകൂടെ ആഘോഷപ്രദമാക്കാം. അല്ല, അപ്പൊ ഈ കുക്ക് ചെയ്യാനുള്ള സാധനം ഇവിടെ വന്നെങ്കിൽ ഞാൻ പണിക്ക് പോണ്ടേ? പന്തിയോളം പണിയെടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ റൈസ്. അതിന്റെ വല്ല ചിന്തയും ഇതൊക്കെ ഉണ്ടോ? ഈ പൈപ്പടലത്തെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? പൈപ്പടൽ ജീവിതം മോനെ, ജീവിതം. ഇരുമ്പ്, കമ്പി, പൈപ്പ്, ഷീറ്റ്, ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഞാൻ പെട്ടെന്ന് പണ്ടത്തെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ മറ്റേ പിച്ചക്കാരനെ കാണിച്ചത്. അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചോട്ടെ. ഞങ്ങളെന്ത് വാടകയ്ക്ക് വിളിച്ച ബംഗാളികളോ കൈയടിക്കാൻ വിളിച്ചാലോ? നിങ്ങളെ കൈയടിക്കാൻ കൊണ്ടിരുത്തേക്കണാണോ? നമ്മളിപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേ സവോള എടുത്ത് പതുക്കെ പതുക്കെ ഇട്ട് ഇങ്ങനെ മന്ദം മന്ദം അതിന്റെ സൗണ്ട് കേൾപ്പിച്ച സൗണ്ട് ഇഫക്ട്സ്. ശരിക്കും ചൂടായിട്ടില്ല, അതാണ് അതിന്റെ ലക്ഷണം. പറയോ ഓരോന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ നമ്മള് സവോള ഇട്ടു. സവോള നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് എല്ലാവർക്കും അറിയാം, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. അത് ഉപ്പ് പൊടിയുപ്പ് വേണോ അതോ കല്ലുപ്പ് ഇട്ടാ മതിയോ? നിങ്ങളുടെ കയ്യിൽ ഏത് ഉപ്പുള്ളതെന്ന് വെച്ചാൽ അതിടാം. അങ്ങനൊന്നും പറയല, ഇന്ദുപ്പൊക്കെ എടുത്തിട്ടുള്ള ഓക്കെ, പൊടിയുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇത് വിശന്ന് തുടങ്ങി എനിക്ക്. ഇതങ്ങടെ അടപ്പത്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ സാധാരണ താറാവ് കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് പച്ചമുളക് ഇട്ടിട്ട് ഉണ്ടാക്കാറ്. ഓക്കെ, മുളക് പൊടി ഇടാറില്ല. പച്ചമുളകും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് നമ്മളുണ്ടാക്കുക. അതിനെന്താ വ്യത്യാസം? ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നല്ല നല്ല പച്ച കളറിൽ ഇരിക്കും. ഓക്കെ, ഒരു ചേഞ്ചിന്. പച്ചമുളക് ഇട്ടാൽ പച്ച കളറിലിരിക്കും. എന്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോ പിന്നെ ഉണക്കമുളക് ഇട്ടല്ലേ ഉണ്ടാക്കിയേ. ഞാൻ താറാവ് ഉണ്ടാക്കുമേ എന്നൊക്കെ പറയാൻ. അല്ല, അത് ചുവന്നമുളക് ഇട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ ചുമപ്പ് കളറായിട്ടിരിക്കുക. ആ, അല്ലെ ശരിക്കും അമ്മയായിരുന്നോ അതോ? അമ്മയാണ് നിതയുടെ മാസ്റ്റർ ഷെഫ്. ഓ, അമ്മയാണോ അത് നിതയാണോ നല്ല ഷെഫ്? അയ്യോ, അങ്ങനെയില്ല, അമ്മ ഭയങ്കര കുക്കാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാല് ചെറിയൊരു പാഴ്ച പറഞ്ഞതിനാണ് വെറുതെ എല്ലാ ഭാര്യയുടെ ഫൈനലില് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായത്. സോ അമ്മേനെ കെട്ടിയോളെ ഒരുമിപ്പിക്കാൻ നോക്കണ്ട. ഒരു കണക്ഷൻ കിട്ടിയപ്പോ വേണ്ടോട്ടാ, അമ്മ പിടിച്ച് കയറണ്ട. അതല്ല, അമ്മ ഭയങ്കര കുക്കായിരുന്നു. അടിപൊളി മീൻകറി ഒക്കെ വെക്കും. ഞാൻ അങ്ങനെ ഭയങ്കര കുക്കല്ല, കാരണം കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അങ്ങനെ കുക്കിംഗ് അത്ര വശം ഉണ്ടായില്ല. ഇനി ഇവിടെ ഇവരൊക്കെ ചെയ്ത് കണ്ട് പഠിച്ച് എനിക്ക് തിയറി എല്ലാം അറിയായിരുന്നു, പ്രാക്ടിക്കലി കുറച്ച് അറിവുണ്ടായില്ല. അല്ല, അതെങ്ങനെ തീരെ പാചകം വായിച്ചു പഠിക്കുന്നത് ഇല്ല. അമ്മ എന്റെ അമ്മ അടുക്കളയിൽ ചെയ്ത് കണ്ട് നമുക്കറിയാം. എന്റെ കാര്യങ്ങളും അങ്ങനെയായിരുന്നു. എനിക്ക് തിയറി അറിയാവും, എല്ലാം പ്രാക്ടിക്കൽ ചെയ്ത് കൊടുക്കണം ഞാനാ. എന്റെ അമ്മ ഫ്ലോ അങ്ങോട്ട് കളഞ്ഞു. ചിന്ത കുക്കിങ്ങിൽ നിന്ന് പോകുന്നു. കുക്കറി ഷോ അല്ലേ? അതെ. അപ്പോ അല്ല, എന്റെ അമ്മ പറയേ, എന്റെ അടുത്ത് പറയും, മോളെ എന്റെ അമ്മ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കുക്കിംഗ് ഒക്കെ നിങ്ങൾ ആ സമയത്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും ആ സമയത്ത് പഠിച്ചോളും, ഇത് ഈ ചെറുപ്പം മുതലേ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കണ്ടെന്ന് അമ്മ അന്ന് പറയായിരുന്നു. അതിന്റെ ആഴം എനിക്ക് അന്ന് മനസ്സിലായില്ല, പക്ഷെ എനിക്കിപ്പോ ഇന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഭാര്യനെ പറ്റിയുള്ള സങ്കല്പങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഭാര്യ, രാവിലെ കുളിച്ച് ഈറിനെടുത്ത് ചായയുമായി വരുന്ന ഭാര്യ, അങ്ങനത്തെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാലത്ത് 5 മണിക്ക് എണീറ്റ് കുളിച്ച് ഈറിനണിഞ്ഞ് എനിക്ക് വന്നൊരു ഉമ്മാനം. ഈ ഉമ്മ ഞാൻ ചോദിച്ചത് ചായ കല്യാണം കഴിഞ്ഞാണോ?
ഇല്ല. അതാണ് മോനെ, ഉമ്മക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ജീവിതത്തില്. എന്നിട്ട് എനിക്ക് ഒരെണ്ണം പോലും തരാറില്ലല്ലോ. ദേ കിടക്കണോ, ഞാൻ പോകട്ടെ. ആയിക്കോട്ടെ. അല്ല, ഇതൊക്കെ അങ്ങോട്ട് കിട്ടുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ രാവിലെ തന്നെ മറ്റേ ഈറനെ കൊടുത്ത് എന്റെ അടുത്ത് വന്നിരിക്കുന്നു, എനിക്ക് ചായ കൊണ്ടിരുന്നു. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ കെട്ടിയത്. അന്ന് എന്ത് ചായ കൊണ്ടുവരാറില്ലേ? കുലസ്ത്രീ. പക്ഷെ എന്റെ കൊലസ്ത്രീ അങ്ങനെ കുളിച്ച് ഈറനെടുത്ത് രാവിലെയോ കുളിക്കേ? പ്രോമി രാവിലെ 5 മണിക്ക് എഴുന്നിട്ട് കുളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനും കുളിച്ചിരിക്കും. പക്ഷെ മറ്റേതിൽ അങ്ങനെ ആണുങ്ങൾ കുളിക്കണം, പുരുഷന്മാർ കുളിക്കണമായിട്ട് പറയണില്ല. നമ്മുടെ പഴയ ഇതില് അതിനെ പറയുന്ന ചരിത്രത്തില് ചരിത്രത്തില് കുളിയുടെ അല്ല, ആണുങ്ങൾ കുളിക്കണ പെണ്ണുങ്ങൾ കുളിയാണുള്ളത്. സോ ഞാൻ അതാണ് ശ്രദ്ധിച്ചിട്ടുള്ളൂ. അല്ല, അപ്പൊ ചരിത്രത്തില്, പഴയകാല ചരിത്രത്തില് ആണുങ്ങള് രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പും വില്ലൊക്കെ എടുത്ത് കാട്ടിന്റെ ഉള്ളിൽ പോയി എല്ലാ വേട്ടയാടി കൊണ്ടുവരുമായിരുന്നു. നമ്മുടെ ഇവിടെ നിയമലംഘനമായി പോകും. അന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാതെ ഇവിടെ തോക്കെടുക്കാൻ പാടില്ല, ഇല്ലീഗലായി പോയില്ലേ? വേട്ടയാട് വിളയാട്. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടു, അത് ഞാൻ പറയട്ടെ. നമ്മള് സവോള ആദ്യം വഴറ്റാൻ വെച്ചു, അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. അത് അരക്കാത്ത അരച്ചതല്ല, ചതച്ചു കൊടുത്തതാണ്. അരക്കണമെങ്കിൽ അരക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അരക്കണമെങ്കിൽ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇടാം. എനിക്കൊരു അപേക്ഷയുണ്ട്. പറഞ്ഞോ. എന്തെങ്കിലും ഒരു സാധനം ഇവിടെ എന്നെ വിളിക്കണം കേട്ടോ. പിന്നെന്താ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലാത്ത സാധനം എന്താ? കറക്റ്റ്. ഇളക്കാൻ. അതല്ല, ഇളക്കാൻ ഞാൻ പണ്ടേ മോശ. സവാള ഇളക്കാൻ. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടോ? കറിവേപ്പില ഇട്ട് കൊടുത്തു. കൃഷിയിലൊക്കെ താല്പര്യമുള്ള ആളാണോ? അതല്ല, അതാണല്ലോ 2 ചോപ്പ് എടുത്തിരിക്കുന്നത്. അതല്ലാതെ പച്ചക്കറികളിൽ അങ്ങനെ എന്തെങ്കിലും കൃഷിയൊന്നും? കൃഷിയിൽ ഞങ്ങൾ ബേസിക്കലി കൃഷിക്കാരാണ്. അപ്പച്ചൻ്റെ അപ്പച്ചൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ വളരെ അതെ 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 അതെ. കൃഷിയിൽ പ്രോംക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നോടെല്ലാം നട്ടോ, അത് ചെയ്തോ എന്ന് പറയും. ഞാനൊരു കൃഷി ചെയ്ത് എനിക്ക് ആകെ വിഷമായി പോയി, അതുകൊണ്ട് ഞാൻ അതോടെ കൃഷി നിർത്തി. കൃഷി ഞാൻ വാഴ വെച്ചു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഞാൻ എൻ്റെ ഒരു പറമ്പില് നിറച്ച് വാഴ വെച്ചു. ആ വാഴനെ ഞാൻ പോറ്റി വളർത്തി, വെള്ളമൊഴിച്ചു, അതിന് വളമിട്ടു. ആ വാഴ വളർന്നു വന്നു. വാഴ വളർന്നു വലുതായി, അത് കുലച്ചു. ആ കുലകൾ കണ്ട് എന്റെ മനസ്സ് ആനന്ദിച്ചു. പക്ഷേ ആ കൊല വെട്ടി കടയിൽ കൊണ്ടുകൊടുത്തപ്പോ കിലോയ്ക്ക് 10 രൂപ കിട്ടി. തകർന്നു പോയി. ട്രാജിക് സ്റ്റോറി, വെരി ട്രാജിക്. അതിനുശേഷം ഞാനൊരു കർഷകന്റെ വേഷം അണിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് കൃഷിയും വേറൊരു പിന്നെ ഞാൻ എന്റെ കൃഷി മാറ്റി. അതുകൊണ്ട് ഉപകാരങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് കൃഷിയിലൊക്കെ താല്പര്യമുള്ള ആളാണ് ഞാൻ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടില്, അതായത് അച്ചിങ്ങ, തക്കാളി, ചീര, വഴുതനങ്ങ. ഈ വീട്ടിൽ അതൊക്കെ ഉണ്ടോ? നന്നായിട്ട് ചെയ്യും. ഞങ്ങള് ഇതിലേക്കൊന്നും അങ്ങനെ ഇറങ്ങി നിതേനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഇതൊക്കെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണതാണ് ഇഷ്ടം. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാറ്. ഇവരപ്പോ എന്ത് കാര്യത്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് വീട്ടില്? ഞങ്ങള് ഇവിടെ ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം റെഡി വാ എന്ന് പറഞ്ഞ ഓടി വരും. എന്ത് ഹെൽപ്പാ? സാധനം പരിപാടിയാന്ന് ചോദിച്ചേ. ഇവര് ഏറ്റവും അധികം ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കുന്നത് എന്താ? താറാവറി അല്ലാതെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കണതോ? ഇവരുടെ 3 പേരുടെ ഫേവറേറ്റ്. 3 പേരുടെയും പല പല ഫേവറേറ്റ്സ് ആണ്. എന്നാലും കോമൺ ആയിട്ടൊരു ഫേവറേറ്റ് എന്ന് പറയുമ്പോ മീൻ വറുത്തത്, പിന്നെ ചിക്കൻ വറുത്തത്. ഇപ്പൊ ചേച്ചി ഇല്ലാത്തൊരു സെനറിയോ ഉണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ ഇവിടെ സഹായിക്കാനും ആരും ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഇവരെങ്ങനെ ജീവിക്കും? ഒറ്റയ്ക്ക് ഉണ്ടാക്കും. മുട്ട പൊരിക്കും. ഞങ്ങള് വെള്ളം വെച്ച് അരി ഇട്ട് ഇഷ്ടം പോലെ. അവന് എന്റെ ഇടയിലൂടെ ഓണത്തിന്റെ ഇടയ്ക്ക് കൂട്ടിച്ചോളൂ. ഇവരിപ്പോ ഹോസ്റ്റല് മാറ്റാടാ ഇപ്പൊ. അതെ, അവന് കുക്കിംഗ് പഠിക്കാനെങ്ങനെ അവൻ വീട് മാറട്ടെ. നമ്മൾ സവോള ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു,
വേപ്പില ഇട്ടു, ഇത്തരം സംഭവങ്ങളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വഴറ്റി റെഡിയായി പാകത്തിന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഉറുമ്പൊടി എഴുന്നേപ്പിച്ച് വിടും കേട്ടോ. അപ്പൊ മാനിച്ചിറക്കി വിടുന്നു. ഞാൻ ഇടാം. കൊടുക്ക്. ആ അപ്പൊ നമ്മള് കുറച്ച് മഞ്ഞപ്പൊടി ഇടാൻ പോകും. അതല്ല, അവിടെ എന്തെങ്കിലും ഇടാൻ കൊടുക്ക്. വേണ്ടോണ്ട് ആക്കി ഇട്ടോട്ടെ, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. ശരിയാ, കഴിക്കണ്ട. കണക്കും ഇത് അങ്ങനെ ഭയങ്കര 1 സ്പൂൺ 1.5 സ്പൂൺ അങ്ങനെ കണക്ക് പറയാൻ എനിക്ക് അറിയില്ല. കാരണം എനിക്കെല്ലാം കൈക്കണക്കാണ്. ഓക്കെ, നമ്മൾ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു പരിചയമാണുള്ളത്. ഞങ്ങൾക്കെല്ലാം വായു കണക്കാണ്. വായു എഴുതി കൂട്ടും. നിനക്ക് കൈ കണക്ക്, ഞങ്ങക്ക് വായു കണക്കല്ലടാ. നിനക്ക് വായു കണക്കില്ലേ? അതെ. ഈ കടയിലൊക്കെ എപ്പോഴും കാൽക്കുലേറ്ററിലാണ് കണക്ക് കൂട്ടും. പിന്നെ ഞാനെല്ലാം വായുവില കൂട്ടണേ. എന്നിട്ട് മാറ്റലേ 68 38 എത്ര പെട്ടെന്ന് 6 24 കിടന്ന്. ഓക്കെ, അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടു. ഇനി മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനി നമ്മള് കുരുമുളക് പൊടി ഇട്ടു. മണം കിട്ടി തുടങ്ങി. മണമൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പറയും. കുരുമുളക് ഞാൻ പ്രൊമോച്ചേട്ടനോട് എടുക്കട്ടെ. വേദിയിലേക്ക് വൈബ് തന്തി ഇപ്പൊ യൂട്യൂബ് കത്തിച്ചുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റി അതിൽ കുരുമുളക് ഇടാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. വേണ്ട ബാറു ഇന്നാടി മുഴുവൻ വാരിക്കോരി ഇടരുത് കേട്ടാ. ഇത്ര ഇട്ടാ മതിയേ. കുരുമുളക് എങ്ങനെയാ ഇടണമെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് കുരുമുളക് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വിതറി ഇടണം കേട്ടോ. മുഴുവൻ പുറത്ത് പോകും. ഇങ്ങനെ വിതറി ഇട്ടിട്ട് തിരിച്ച് ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഇതിനകത്ത് വെക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇളക്കുക. കുറച്ചും കൂടി ഇടട്ടെ. ഒന്ന് ഇതേടെ വക. അപ്പോൾ കുരുമുളക് ഇട്ടു. ഇനി നമ്മള് ഗരം മസാല. ഇത് ഇവിടെ തന്നെ പിടിച്ചത്. ഗരം മസാല അങ്ങനെ ഒരു മസാല ഉണ്ടോ? മസാല അത് ഇവിടെ ഗരം മസാല. ഇനി താറാവ് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഗരം മസാല നമ്മൾ ഇടും. ഗരം മസാലയ്ക്ക് അകത്ത് പെരിഞ്ജീരകമൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റ് ഒരു പൊടിക്ക് മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച്, ഞാൻ പെരിഞ്ജീരകം കുറച്ച് പൊടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണേ, പൊടിച്ചത്. അപ്പൊ ഈ പൊടികളൊക്കെ നമ്മൾ ഇട്ടു. ഇത് മൊത്തം നമ്മൾ ചെയ്യുന്നത് ലോ ഫ്ലെയിമിലായിരിക്കും. അല്ല, നമ്മൾ ഈ പൊടികൾ ഇട്ട് കഴിയുമ്പോൾ എന്നുവെച്ചാൽ നമ്മൾ പൊടി ഇട്ട് നമ്മളെ ഒരുപാട് സമയം തീ കൂട്ടിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു പോകും. മനസ്സ് വേണ്ട. ഒരു 2 കൈ വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ, അതുകൊണ്ട് കെയറിങ് ഹസ്ബൻഡ്. ഈ പ്രൊമോഷന്റെ കെയർ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ? ഇപ്പഴല്ലാതെ എന്നോട് ഞാൻ പറഞ്ഞുതരാം. കെയറിങ് ഇയാളില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തേനെ അങ്ങനെയൊക്കെ തോന്നിയൊരു ചില കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. കാരണം ചില കാര്യങ്ങൾ തോന്നാറല്ലോ. പറയട്ടെ, മനസ്സ് എല്ലാ കാര്യത്തിലും സ്ലോ ആയിട്ട് മറ്റേ ഹൈലൈറ്റ്സിൽ ഇടാനുള്ളതാ. എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലോറി പോകുന്നത് കാണുമ്പോൾ പേടിയായിരുന്നു. ഞാനൊരു സൈക്കിൾ ഓടിക്കില്ല, ഞാൻ 2 വീലർ ഓടിക്കാറില്ല. സൈക്കിൾ ഞാൻ ഓടിക്കും, പക്ഷെ ഞാൻ റോഡിലേക്ക് പോയിട്ടില്ല സൈക്കിളും കൊണ്ട്. സൈക്കിൾ ഞാൻ ചവിട്ടും, പക്ഷെ റോഡിലേക്ക് ഞാൻ സൈക്കിൾ കൊണ്ട് പോയിട്ടില്ല. അല്ല, അങ്ങനെയല്ല. വീടിന്റെ അവിടെയൊക്കെ നമ്മള് നമ്മുടെ വഴി അതൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചവിട്ടും, പക്ഷെ റോഡിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു പേടി കംപ്ലീറ്റ്ലി എനിക്ക് ഇല്ലാണ്ടായത് ശരിക്കും പ്രോമിയുള്ളത് കൊണ്ട് തന്നെയാണ്. അതെങ്ങനെയാണ്? ഞാൻ സൈക്കിൾ ഭയങ്കര മിടുക്കനാ. അതെ എത്രയോ പെൺപിള്ളേരുടെ ഒരു ടയറില് ഞാൻ ഒരു ഫ്രണ്ടൊക്കെ പൊക്കി ഞാൻ ഇങ്ങനെ ഒരു ടയറിലൊക്കെ ചവിട്ടുമായിരുന്നു. പിന്നെ ദുബായിലൊക്കെ സൈക്കിൾ ചവിട്ടറിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ലൈസൻസ് കിട്ടാൻ എളുപ്പമല്ലേ മതിയേട്ടാ. അപ്പൊ ഇപ്പൊ നമ്മള് പൊടികളൊക്കെ ഇട്ടു. ഇനി നമ്മള് താറാവിടാൻ പോവാണേ. നമ്മുടെ താറാവിടാൻ പോവാണേ.
താറാവിട്ടോട്ടെ. എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എന്തിനാ കൈയടിക്കണേ. അല്ല കടയൊക്കെ ഉദ്ഘാടനം ചെയ്യണ പോലെ. ഇന്നത്തെ പരിപാടിയിൽ താറാവിടാനായിട്ട് മുഖ്യാതിഥിയായി ഇവിടെ എത്തിയ നിതാ പ്രോമിയെ അങ്ങനെ ഉദ്ഘാടനങ്ങളൊക്കെ ചേട്ടനും കൂടി ഇരിക്കായിരുന്നു താറാവില്. വന്നിട്ടുണ്ടോ? അല്ല അങ്ങനെ ഉദ്ഘാടനങ്ങളൊക്കെ വരുന്ന സമയത്ത് നിതാ ശരിക്കും വെച്ചേ, ആ ചട്ടി ശരിക്കും വെച്ചേ. അല്ല ഈ ഉദ്ഘാടനങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പോ ആളുകളുടെ നേരിട്ടുള്ള സ്നേഹം, ഞാനൊരു സെലിബ്രിറ്റി തന്നെയാണല്ലോ എന്നുള്ള തിരിച്ചറിവ് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. കാരണം ഇപ്പൊ കുറെ നാളായില്ലേ. ഇപ്പൊ പണ്ട് വെറുതെ അല്ല ഭാര്യയൊക്കെ തുടങ്ങിയ സമയത്ത് മുതൽ നമ്മൾ ഉദ്ഘാടനങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. ഇവര് ഇത്രയും സീരിയസ് ആയിട്ട് ഒരാൾ പറഞ്ഞോണ്ടിരിക്കും, മിച്ചർ കഴിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെ ആദ്യമായിട്ട് പറയേ. അതല്ല ഇതിന്റെ രസം. ഒരു എരിവ് മൂളിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു സുഖമുള്ളൂ. ആ പറഞ്ഞോളൂ. ആ അല്ല നിങ്ങൾ ഒരുമിച്ച് അല്ല കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അല്ല അപ്പൊ ഒരു ഉള്ളിൽ ഭയം ഉണ്ടാവോ? നമ്മൾ ഉദ്ഘാടനം ചെയ്ത കടയല്ലേ, എന്താവോ അതിന്റെ ഭാവി എന്നൊക്കെ? എനിക്ക് ഭയം തോന്നി നമുക്ക് തരാനുള്ളത് തരുമോ എന്നുള്ളൊരു ഭയമാണ്. അല്ലാണ്ട് എന്തൊക്കെ കടകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഇനാഗുറേഷൻസ്. ആ വെറുതെ എല്ലാ ഭാര്യ കഴിഞ്ഞ സമയത്ത് നന്നായിട്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആവേശം മാറി. മനസ്സിലായില്ലേ? ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയായിട്ട് നമ്മളെ പാലക്കാട് അങ്ങനെ ദൂരേക്ക് വിളിച്ചല്ലോ നല്ല കാര്യത്തിന്. സുൽത്താൻ ബത്തേരി അങ്ങനെയൊക്കെ വിളിക്കുമ്പോ ആരെയും ദൂരം കൂടുതലല്ലേ, അതുകൊണ്ട് പോയില്ല. ഇതേപോലെ ഈ ആക്ടിങ് കരിയറിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാത്തത് ഒരു തെറ്റായി പോയി പിന്നെ തോന്നിയിട്ടുണ്ടോ? എനിക്കോ? ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തായിരുന്നു. എന്നെ ആരും വിളിച്ചില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തായിരുന്നു. പിള്ളേർ ഇപ്പൊ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക. പക്ഷേ ഇതൊരു വിളി വേണമല്ലോ. എപ്പോഴെങ്കിലും അങ്ങനെ കോൾസ് വരുന്ന സമയത്ത് പോവാ? ആരും പോകുന്നുണ്ട്. ഓഡീഷൻ ഒന്നും അല്ല ഞാൻ പറയണേ. നമ്മളല്ലാണ്ട് ഇപ്പൊ ഞാൻ 2 സിനിമ ചെയ്തു. ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾ ഈ ഫാമിലി മൊത്തം തിരിച്ചറിയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് ഇന്റർവ്യൂ വന്നാനല്ല, അതിന് മുമ്പ് ഞങ്ങള് 10-12 കൊല്ലമായില്ലോ ഞങ്ങള്. അങ്ങനെയല്ല, 12 years ബിഫോർ വെറുതെ എല്ലാ ഭാര്യ തുടങ്ങി ഞങ്ങളെ തിരിച്ചറിയുമായിരുന്നു. അത് ശരിയാണ്. എന്നാലും ഇപ്പൊ നിങ്ങളുടെ ഈ ബോണ്ടിങ്ങും തഗ് ലൈഫും അതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ. അങ്ങനെ ആളുകൾ വന്നിട്ട് എന്തൊക്കെ ചോദിക്കുന്നത്? അല്ല, ആൾക്കാർക്ക് നല്ല റെസ്പോൺസാണ് ആൾക്കാരുടെ നിന്ന് കിട്ടുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മേത്ര ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. വെറുതെ പോയതാ. ഞാൻ ഒരു പഴയ എൻ്റെ ഇതൊക്കെ വെറുതെ ഒന്ന് ഈ ക്രിസ്മസിൻ്റെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. മേത്ര ബസാറിൽ ക്രിസ്മസിന്റെ ഒരു സെയിൽ തുടങ്ങിയിട്ടേ നമ്മളിങ്ങനെ എന്താ പറയണ ഒരു 5000 ആളാ അരിച്ചിരി സ്ഥലത്ത് ഇങ്ങനെ കുത്തി തള്ളി നിൽക്കണേ. അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ള ഞാൻ അത്രയും തിരക്കുണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ പോയെങ്കിലും അത്രയും തിരക്കിൽ പോലും എല്ലാവരും ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുകയും ഞങ്ങളെ പറയുകയും ഞങ്ങളോട് ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇപ്പൊ ഞങ്ങളെ കാണുമ്പോൾ ആദ്യം ചോദിക്കണത് പിള്ളേരെ എവിടെയാന്നാ, റോണിത്ത് എവിടെ, റിച്ചാർഡ് എവിടെയെന്നൊക്കെ ചോദിക്കണേ. ഇവരുടെ ഭാവി പരിപാടി സിനിമയിലേക്ക് തന്നെ ആയിരിക്കും എന്ന് അവര് തീരുമാനിക്കട്ടെ. അവരുടെ ഭാവി ഇതൊക്കെ ആയിരിക്കും അവന്മാരുടെ ആഗ്രഹം. പക്ഷെ ഒരു ചെറിയ ആഗ്രഹമുണ്ട്. നായകന്മാരായിട്ട് ലോഞ്ച് ആവാൻ ഇഷ്ടം? അല്ല, വില്ലൻ. അങ്ങനെ ലാലേട്ടനൊക്കെ ആദ്യം വില്ലനായിട്ടല്ലേ തുടങ്ങിയത്. അതിനൊരു വഴിയുണ്ടല്ലോ. ഇരിക്കട്ടെ. ഏതില്ലത്തെയാ നോമിന് എന്താ ആഗ്രഹം? ഇല്ല പറ. പറഞ്ഞ പോലെ കിട്ടിയാൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു അവസരങ്ങൾ ഞങ്ങൾ വേണ്ടാന്ന് വെക്കാറില്ല. നിതയായാലും ഞങ്ങളൊക്കെ ആയാലും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന സാധനങ്ങളാണ് ഞങ്ങൾ ചെയ്യും. ഈ മകളെ ഇപ്പൊ ഇത് ഒരു സെക്യൂർ ആയിട്ടുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യൂ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഉപദേശിക്കാനൊന്നും തോന്നിയിട്ടില്ല. അതിനുള്ള അവനിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എഞ്ചിനീയറിംഗ് ചെയ്യാണ്. ഓക്കെ. ഇവൻ 11th. അവരെ കൊണ്ട് ഒരു ഡിഗ്രി എടുപ്പിച്ച് അവരുടെ പണിക്ക് പൊക്കോളണം. ദീർഘവീക്ഷണമുള്ള ഒരാളാ. പിന്നെ അത് ബാക്കിയുള്ള ഞങ്ങളുടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കഴിഞ്ഞിട്ട് ഉപദേശിക്കാറൊക്കെ ഉണ്ടോ? ഞാനോ? പിന്നെ അല്ല ഇവര് എന്നെ ഉപദേശിക്കാറുണ്ടോ? ബൈ ബൈ. അല്ല, അങ്ങനെ ഒരു സന്ദർഭം പോലും വരാറില്ല. ഇപ്പൊ നമ്മുടെ താറാവ് ഏതവസ്ഥയിലിരിക്കുന്നത്? താറാവ് കോഴിയായി. നമ്മുടെ താറാവ് നമ്മുടെ മസാലയും സവോളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഇപ്പം നമ്മളിത് സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഗ്രേവിയിൽ ഉണ്ടാക്കണം എന്നില്ല.
ഓക്കെ ഇത് അപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ഗ്രേവി വേണം ഓക്കെ അല്ലേ? അപ്പോൾ അപ്പത്തിന് ഉണ്ടാക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. മനസ്സിലായോ? സാധാരണ നമ്മൾ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഉരുളക്കിഴങ്ങ് ഒന്നും ഇടണമെന്നില്ല. ഇത് അപ്പത്തിനായതുകൊണ്ട് ഇതിൽ ഉരുളക്കിഴങ്ങ് കൂടെ ആഡ് ചെയ്യും. ഇതാ ഞാൻ മേടിച്ചു അപ്പൊ ഉരുളക്കിഴങ്ങ് ഇട്ടോട്ടെ. ഞാൻ മേടിച്ചു ഉരുളക്കിഴങ്ങല്ലേ? അതെ അതെ. അത് പറ. സ്പെഷ്യൽ താങ്ക്സ് ടു ഉരുളക്കിഴങ്ങ് സ്പോൺസർഡ് ബൈ സ്പോൺസേർഡ് അല്ല, ഇത് ഇതെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കണം. ഉരുളക്കിഴങ്ങ് പവേർഡ് ബൈ പ്രോമി. ആകെ വാങ്ങിക്കൊണ്ടുവന്നൊരു സാധനമാണ് ഉരുളക്കിഴങ്ങ്. പ്രോമി സാധനങ്ങൾ വാങ്ങിക്കാറില്ല, ഞാനാ വാങ്ങിക്കാറ്. എന്നെ അപമാനിക്കുക എന്നുള്ളതാണോ നിതയുടെ ലക്ഷ്യം? ഞാൻ എപ്പോഴും നിതേനെ അപമാനിച്ചോ നിത? ശരിക്കും പ്രോമി ചേട്ടന്റെ റോൾ എന്താ വീട്ടില്? അതെ കേട്ടില്ല, ഈ വക ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുത്തല്ലേ? അങ്ങനെയല്ല, അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രോമി ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരണം, സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് വരും. പുള്ളി കടയൊക്കെ അടച്ച് ഒരു പരിവായിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ സാധനം കൂടി വാങ്ങിക്കാൻ പറയണ്ടല്ലോ. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പോയി ലൈക്ക് ഇങ്ങനത്തെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അല്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ സൺഡേ ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ നോൺ വെജൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ പ്രോമി വരും. അങ്ങനെ പുള്ളി ആകെ ഫ്രീ ആയിട്ടുള്ള ദിവസം സൺഡേ ആണ്. ബാക്കിയുള്ള ദിവസവും ഷോപ്പിൽ പോകണല്ലോ. ജോലിയില്ല, സൺഡേ ഞാൻ ഫ്രീ ആണ്. ഇനി നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് നേരം. അടക്കല്ലേ അടപ്പിക്ക്. ആണോ? അടയ്ക്കുന്നതിന് വേണ്ടി അത്രയും വലിയൊരു ആനന്ദകരമായ കാര്യം ചെയ്യടാ. നീ അത് അടച്ചിട്ട് വന്നേ, ഇവിടെ എന്താ പണിയുണ്ട് അവർക്ക്? അപ്പോൾ ഇത് അടച്ച് ഒന്ന് ചൂട് കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലിൽ ഇരുന്നത് വേവണം. ഓക്കെ. അപ്പോൾ തേങ്ങാപ്പാലിന്റെ ഫ്ലേവർ ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതെ. അപ്പോൾ എന്തായാലും തേങ്ങാപ്പാലിന്റെ ഫ്ലേവർ അല്ല, താറാവ് കറിയിൽ തേങ്ങാപ്പാൽ വരുന്നതിന്റെ ഫ്ലേവർ. എനിക്ക് എന്നെ തന്നെ ആലോചിച്ചു. തേങ്ങാപ്പാലിന്റെ കേട്ടസി കൊടുത്തേ. തേങ്ങ ചരണ്ടിയത് ഇവൻ. ശരിക്കും തേങ്ങ ഞാൻ പിഴിഞ്ഞത് ഓടാ. ഇനി എന്ത് വേണം അല്ലേ? നമ്മുടെ ഫാമിലെ തെങ്ങ. അപ്പൊ ഇത് ഇത്തിരി ചൂടാ. ചൂട് ഇച്ചിരി തീ കൂട്ടിട്ടെ. തീ കൂട്ടിയാണ് ഇടണ്ടേ ചേട്ടാ? കൂട്ടിക്കോളൂ. ഇത്ര മതിയോ? അതിൽ ശ്രദ്ധ എനിക്കുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ്. അത് ശരിയാ. നിങ്ങളുടെ ഒരു സെറ്റ് ഓഫ് ജനറേഷൻ അല്ലേ ഈ പേരൊക്കെ ആദ്യം വിളിച്ചു തുടങ്ങിയ ഭർത്താവിനെ? അതെ. എപ്പോഴെങ്കിലും അപ്പൊ അങ്ങനെയൊന്നുമില്ല എന്റെ അല്ലേ? ഇല്ല ഇല്ല ഇല്ല, അതിന് മുമ്പൊക്കെ പേര് വിളിക്കുന്നവരുണ്ട്. ഞാൻ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ ഫോണൊക്കെ വിളിച്ചു തുടങ്ങുമല്ലോ കല്യാണം ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ. അപ്പൊ ഞാൻ പ്രോമിയോട് ചോദിച്ചു, പ്രോമിനെ ഞാൻ എന്താ വിളിക്കണ്ടേ? ചേട്ടാന്ന് വിളിക്കണോ, ഇച്ചാന്ന് വിളിക്കണോ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഞാൻ ചോദിച്ചു. ഓപ്ഷനേ. അപ്പൊ എന്നോട് പറഞ്ഞു വേണ്ട, എന്നെ പ്രോമിന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ എന്നോട് അവരെ വീട്ടിലെല്ലാരും പറയുന്നത് ഭർത്താവിനെ പേര് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ബഹുമാനം കൂട്ടി അങ്ങനെ ചോദിച്ചത്. അപ്പൊ പ്രോമിന്ന് മതി എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഞാൻ പ്രോമിന്ന് വിളി തുടങ്ങി. അപ്പൊ നമ്മള് അങ്ങനെ ഒരാളെ പേര് വിളിച്ച് സെറ്റായാൽ പിന്നെ നമുക്കത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു മാസം 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നോട് പറയാ എന്നെ ചേട്ടാന്ന് വിളിക്കാൻ. ഞാൻ പറഞ്ഞു ഇനി അത് നടക്കൂല. ആവേശത്തിന്റെ പുറത്ത് അന്ന് മറ്റേത് കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു വിളിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഒരാളൊരാണ് ഏതാന്നും പറ്റില്ല. അല്ല, അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കത് ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് നമ്മളിങ്ങനെ പ്രോമി എന്ന് പറഞ്ഞ് വിളിച്ചത് സെറ്റായി പോയി. പിന്നെ പ്രോമി ചേട്ടാ എന്തോ വിളിക്കാൻ പറ്റും. എത്ര വർഷമായി പോയി? 3.5. ഈ ചിങ്ങം വരുമ്പോ 4. അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ പിന്നെ ഈ പിള്ളേര് അപ്പൊ ഈ ചോപ്പ് എടുത്തിരിക്കുന്ന ഈ 2 പേരെ അത് ഞങ്ങള് അതെ ഹൈബ്രിഡ് വാഴ വെച്ച പോലെ ആയിപ്പോയത്. ഞങ്ങളുടെ കല്യാണം 20 വർഷമായി. ആണോ? 20 years. 20 വർഷം മുമ്പ് ഒരാള് ചോദിച്ച കാര്യം ഇപ്പൊ കൊടുത്തൂടെ? പ്രോമി ചേട്ടാന്നാണ് പറയണ്ടേ? പ്രോമി ചേട്ടാ
അയ്യേ ഞാൻ ആദ്യം പറഞ്ഞ തന്നൂടെ എന്ന് ചോദിച്ചേ. അതന്നെ ഞാനതന്നെ ഉദ്ദേശിച്ചത്. ഉമ്മയായിരിക്കും ഈ ഉമ്മ കൊണ്ട് നിറഞ്ഞല്ലോ. ആദ്യമായിട്ട് എനിക്കൊരു കുക്കിംഗ് വീഡിയോ ഇത്രയധികം ഉമ്മ. അയ്യേ ഞാൻ ടൈപ്പല്ല. അല്ല ഞാൻ പറഞ്ഞ സാധനം പ്രോമിച്ചേട്ടോ. ഉമ്മയാണോ? അല്ല ഞാൻ ഉമ്മയല്ല, മറ്റേ പ്രോമിച്ചേട്ടോന്ന് വിളിക്കുന്ന സാധനം ഞാൻ എടുക്കാൻ. ഇതാ ഞാൻ ഇങ്ങോട്ട് എഴുതിയേക്കാം. അയ്യേ വിളിച്ചോ? എനിക്ക് ഞാൻ മറ്റേ സാധനം പറയട്ടെ. വിളിച്ചേരുവാ. അല്ല ഞാൻ പറയട്ടെ. അപ്പൊ നീ ഇങ്ങോട്ട് ഇരിക്കണോ? അതല്ല ഞാൻ പറഞ്ഞോളാം. സ്റ്റാർട്ട്. ആർട്ടിസ്റ്റ് റെഡി? റെഡി എന്ന് പറഞ്ഞു. ഇത്രയ്ക്ക് ബിൽഡപ്പോ? എന്തായാലും നമ്മുടെ ഇത്രയും ഓവറാക്കിയ സ്ഥിതിക്ക് അതെ, താറാവ് കരിഞ്ഞു പോകും. പെട്ടെന്നോട്ടെ. ആർട്ടിസ്റ്റ് റെഡി? ചേട്ടാ അയ്യോ അതെന്തൊട്ട് സൗണ്ടാ? വേറെ ഇല്ലാത്ത സൗണ്ട് സൗണ്ടിൽ വിളിച്ചാൽ മതി. പ്രോമിച്ചേട്ടാ. വിളിച്ചേ. ആക്ഷൻ. പ്രോമിച്ചേട്ടാ. ഒന്നുകൂടി വിളിച്ചേ. ഞാൻ വിളിക്കില്ല. വിളിച്ചേ. പോയി. ഞാൻ വിളിക്കില്ല. വാതില് കുറ്റിയിട്ടിട്ട് അകത്തിരിക്കണം. അപ്പൊ ഞാൻ കൊറേ പ്രാവശ്യം തട്ടിയിട്ട് തുറക്കണില്ല. അപ്പൊ റോമൻ ഇതാ വെയിറ്റ്, കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സംശയം കൂടി. കുറച്ചേരം കഴിഞ്ഞപ്പോ പുറത്തേക്ക് ഒരു കടലാസം പിടിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങിയവരാണ്. ഞാൻ ബാത്റൂമിൽ നിന്ന് കടലാസമായിട്ട് ഇറങ്ങിയത് എന്താ? അപ്പൊ പറഞ്ഞു വാതിലടച്ചേന്നു. അതെ, അപ്പച്ചൻ എന്നോട് വളരെ സീക്രട്ട് ആയിട്ടൊരു കാര്യം പറഞ്ഞു. എന്താ, കല്യാണം കഴിഞ്ഞ് 2-3 രണ്ടാമത്തെ ദിവസമായിട്ടായപ്പോ എന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നേക്കും. പ്രോമിക്ക് ബാംഗ്ലൂര് ഒരു ഭാര്യയും കൊച്ചുണ്ട്.